നമ്മുടെ രാജ്യം മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയൊരു രാജ്യമാണെന്ന് ഞാൻ നമ്മുടെ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് വിവിധ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളും നമ്മുടെ പക്കലുണ്ട്. തന്നെയുമല്ല, നമ്മുടെ പല മിസൈലുകളും, അതായത് ബ്രഹ്മോസ് അല്ലെങ്കിൽ അഗ്നി സീരീസിൽ വരുന്ന മിസൈലുകൾ, ഇവയൊക്കെ ലോകോത്തര നിലവാരമുള്ള, ലോകത്തിലെ എണ്ണം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന മിസൈലുകൾ തന്നെയാണ്. ആ കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ റോക്കറ്റ് സിസ്റ്റങ്ങളൊന്നായ പിനാക്കയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം സംഹാരത്തിൻ്റെ ദേവനായ പരമശിവൻ്റെ വില്ലിൻ്റെ പേരാണ് പിനാക്ക. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം സംഹാരശേഷി ഉള്ളിലൊളിപ്പിച്ച അഡ്വാൻസ് ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റമാണ് നമ്മുടെ പിനാക്ക സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ആരംഭിക്കുന്നത് ഏതാണ്ട് 1986 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ ആർമിയുടെ ആവശ്യപ്രകാരം ഒരു ലോങ് റേഞ്ച് ആർട്ടിലറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തു. അപ്പോൾ വേണമെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഈ അനുവാദം ഉപയോഗിച്ചുകൊണ്ട് റഷ്യ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അഡ്വാൻസ് ആർട്ടിലറി സിസ്റ്റങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ്, പലപ്പോഴും ഇത്തരം പ്രൊക്യൂർമെൻറ്റുകൾ അന്താരാഷ്ട്ര രംഗത്ത് സൃഷ്ടിക്കുന്ന നൂലാമാലകൾ ചില്ലറയല്ല. തന്നെയുമല്ല, ഇതിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകളിൽ തുടങ്ങി ഇതിൻ്റെ പാർട്സിനും മെയിൻ്റെനൻസിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇത് ഏത് രാജ്യത്തു നിന്നാണ് നമ്മളിത് പ്രൊക്യൂർ ചെയ്ത് ആ രാജ്യത്ത് നമുക്ക് നിരന്തരമായിട്ട് ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇനിയും ഈ സിസ്റ്റത്തെ കൂടുതൽ പരിഷ്കരിച്ച് നമ്മുടെ പക്കലുള്ള റോക്കറ്റുകൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പക്കലുള്ള മുനേഷൻസ് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതിനെ പരിഷ്കരിക്കാമെന്ന് വിചാരിച്ചാലും അവിടെയും പിന്നെ ടെക്നോളജി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും വരും. ഇതുകൊണ്ടാണ് നമ്മൾ മിലിറ്ററി ടെക്നോളജിയുടെ കാര്യത്തിൽ, അതിപ്പം ചെറിയ കൈത്തോക്കിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ യുദ്ധവിമാനങ്ങൾ, വലിയ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലായിക്കോട്ടെ, ഒക്കെ അവ ഇൻഡിജീനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടി ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ മിലിറ്ററിയും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ 1986 ഈ അനുമതി ലഭിക്കുന്നു. ഇതിന് പ്രകാരം നമ്മുടെ DRDO ഈ ലോങ് റേഞ്ച് ആർട്ടിലറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. DRDOയുടെ ആർമമെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ARDE ഇവരാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് പറയാനാണ്ട് 1992 ആയപ്പോഴത്തേന് ഇതിൻ്റെ ഒരു പ്രിലിമിനറി പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സാധനം DRDO ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷേ ഈ സമയത്തൊക്കെ ഇതൊരു ആർട്ടിലറി സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് DRDO വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യൻ ആർമിക്ക് അത്തരത്തിലൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, ഒരു ഫുള്ളി ഡെവലപ്ഡ് ലോങ് റേഞ്ച് ആർട്ടിലറി സിസ്റ്റം തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പ്രകാരം ഏതാണ്ട് 1995 ഇതിൻ്റെ ഒരു ഫുള്ളി ഡെവലപ്ഡ് സിസ്റ്റം DRDO ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വേണ്ട 4 വർഷക്കാലം 1999 വരെ ഇതിൻ്റെ ട്രയൽസും ടെസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നു. 99 ആയപ്പോൾ യൂസർ ട്രയൽസിന് വേണ്ടി ഈ സിസ്റ്റം DRDO ഇന്ത്യൻ ആർമിക്ക് കൈമാറുന്നു. അപ്പോൾ നമുക്ക് ഈ 1999 എന്ന് പറയുന്ന വർഷത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് കാർഗിൽ യുദ്ധം നടക്കുന്നത് ആ വർഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി ഈ പിനാക്ക സിസ്റ്റത്തിൻ്റെ യൂസർ ട്രയൽസ് നടത്തിയത് കാർഗിൽ യുദ്ധഭൂമിയിലാണ്. മഞ്ഞിൻ്റെ മറപറ്റി നമ്മുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാനി ഭീകരർക്ക് നേരെ ഇന്ത്യൻ ആർമി പിനാക്ക സിസ്റ്റത്തിൻ്റെ സംഹാരശേഷിയെ അഴിച്ചുവിട്ടു. അങ്ങനെ നോക്കുമ്പോൾ കാർഗിൽ യുദ്ധവിജയത്തിൽ ചെറുതല്ലാത്ത സംഭാവന ഈ പിനാക്ക സിസ്റ്റത്തിനുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യൂസർ ട്രയൽസിൻ്റെ സമയത്ത് തന്നെ റിയൽ കോമ്പാറ്റ് സിറ്റുവേഷൻസിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ചുരുക്കം ചില ആയുധങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ പിനാക്ക സിസ്റ്റം. ഏതായാലും ഈ യുദ്ധത്തിലെ പെർഫോമൻസ് കണ്ട് പിനാക്ക ഉടൻ തന്നെ ആർമിയിൽ ചേർക്കാൻ നമ്മുടെ ഇന്ത്യൻ ആർമി റെഡിയായി. പക്ഷേ DRDOയുടെ എഞ്ചിനീയേഴ്സിന് ഈ പെർഫോമൻസ് കൊണ്ടും തൃപ്തി വന്നില്ല. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ ആവശ്യമായിരുന്നു. ഇതിന് പ്രകാരം DRDOയും ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് IMI ഇവരോട് ചേർന്നുകൊണ്ട് ഒരു ട്രജക്ടറി കറക്ഷൻ സിസ്റ്റം പിനാക്കയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകളിലേക്ക് GPS സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് 2007 ഇതിൻ്റെ ഒരു ഫുള്ളി ഡെവലപ്ഡ് വേർഷൻ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതൊരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ തോക്കിൽ ബുള്ളറ്റ് എന്ന പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ആവുന്ന കാര്യം ഇതിൻ്റെ റോക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഇതിനാവശ്യമായ റോക്കറ്റുകൾ വളരെയധികം എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ആവശ്യകതയാണ്. അതിന് പ്രകാരം ഓർഡിനൻസ് ഫാക്ടറിയാണ് ഇതിന് വേണ്ട റോക്കറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഒരു വർഷം 1000 റോക്കറ്റുകൾ എന്നുള്ള റേറ്റിലാണ് ഇപ്പോൾ എൻ്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. പക്ഷേ ആ റേറ്റ് പോരാ, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ റേറ്റ് വർദ്ധിപ്പിക്കണമെന്നൊക്കെയുള്ള ആവശ്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറിയുടെ എഫിഷ്യൻസി വെച്ചിട്ട് ഇതിലും കൂടിയ റേറ്റിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ, ഇതിൻ്റെ റോക്കറ്റ് പ്രൊഡക്ഷനിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ്, അതായത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം പോലുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിനാക്ക സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും അതുപോലെ ഇതിൻ്റെ പ്രൊഡക്ഷനിലും ഗവൺമെൻറ് സെക്ടറും
പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ പിനാക്ക എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ ചരിത്രവും ഒക്കെയാണ്. ഇനി നമുക്ക് ഈ സിസ്റ്റത്തെ, ഈ പിനാക്ക എന്ന് പറയുന്ന അഡ്വാൻസ് ആർട്ടിലറി സിസ്റ്റത്തെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ട്രക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ്. അതായത് ഒരു ഹൈ മൊബിലിറ്റി ട്രക്കിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളാണ് ഈ പിനാക്ക സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പിനാക്ക ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള 6 ട്രക്ക് മൗണ്ടഡ് റോക്കറ്റ് ലോഞ്ചറുകൾ അടങ്ങുന്നതാണ്. ഓരോ റോക്കറ്റ് ലോഞ്ചറിലും 12 റോക്കറ്റ് ട്യൂബുകളുണ്ട്, അല്ലെങ്കിൽ 12 മിസൈൽ ട്യൂബുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഒരു പിനാക്ക ബാറ്ററിയിൽ മൊത്തം 72 മിസൈൽ ട്യൂബുകളാണ് ഉള്ളത്. അതായത് ഒരു സമയത്ത് 72 മിസൈലുകൾ ഫയർ ചെയ്യാൻ സാധിക്കും. 72 റോക്കറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ട്രക്കിൽ 12 റോക്കറ്റുകൾ, അങ്ങനെയുള്ള 6 ട്രക്കുകളാണ് ഒരു ബാറ്ററിയിൽ വരുന്നത്. അപ്പോൾ ഒരു ബാറ്ററിയിലാകെ മൊത്തം 72 റോക്കറ്റുകൾ. വെറും 44 സെക്കൻഡിൽ ഈ 72 റോക്കറ്റുകളും നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല, ഇത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഹൈ മൊബിലിറ്റി ട്രക്കിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് ഉടൻ തന്നെ നമുക്ക് ഈ ട്രക്കിൻ്റെ സ്ഥാനം മാറ്റാൻ സാധിക്കും. അതായത് ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്കിത് ഫയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് റോക്കറ്റ് ഫയർ ചെയ്യുന്നു, ഉടൻ തന്നെ നമ്മൾ ട്രക്കുമായിട്ട് ആ സ്ഥലത്ത് നിന്ന് സ്ഥലം വിടുന്നു. അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റുകൾ എവിടെ നിന്ന് വന്നു എന്ന് ശത്രുവിന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ, ശത്രു ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഈ സിസ്റ്റം മാറ്റാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ശത്രുവിന് പെട്ടെന്നൊന്നും ഈ പിനാക്ക സിസ്റ്റത്തിന് നേരെ ഒരു പ്രത്യാക്രമണം നടത്താൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ 44 സെക്കൻഡ് കൊണ്ട് ഈ 72 റോക്കറ്റുകളും ലോഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കയ്യിലുള്ള റോക്കറ്റുകൾ മുഴുവൻ ഈ 44 സെക്കൻഡ് കൊണ്ട് ഫയർ ചെയ്ത് തീർത്ത് സ്ഥലം കാലിയാക്കുക എന്നുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ ഫയറിംഗ് റേറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വേണമെങ്കിൽ ഈ 44 സെക്കൻഡിനുള്ളിൽ മുഴുവൻ റോക്കറ്റ് നമുക്ക് ഫയർ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ റോക്കറ്റ് വീതം ഫയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം റോക്കറ്റുകൾ പ്രത്യേക ഇൻ്റർവെല്ലിൽ നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ ഇത് ഫയർ ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൽ പല തരത്തിലുള്ള ലോഞ്ചിങ് മോഡുകളുണ്ട്. അതായത് ഓട്ടോണമസ് ലോഞ്ചിങ് മോഡ്, സ്റ്റാൻഡ് അലോൺ ലോഞ്ചിങ് മോഡ്, റിമോട്ട് ലോഞ്ചിങ് മോഡ്, മാനുവൽ ലോഞ്ചിങ് മോഡ്, ഇങ്ങനെ പല രീതിയിൽ പിനാക്കിൽ നിന്നും മിസൈലുകൾ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 37.5 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഇനിഷ്യൽ വേരിയൻറ്റിൻ്റെ റേഞ്ച്. ആ റേഞ്ചിൽ ഇപ്പം കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുതന്നെയല്ല, ഇതിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെ കാലിബറിലും മാറ്റം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ വേരിയൻറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യ വേരിയൻറ്റ്, അതായത് ഞാൻ ഇനിഷ്യൽ വേരിയൻറ്റ്, ഈ 37.5 കിലോമീറ്റർ റേഞ്ചുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ പിനാക്ക മാർക്ക് 1 എന്നാണ് അറിയപ്പെടുന്നത്. അതായിരുന്നു ആദ്യമായിട്ട് DRDO ഡെവലപ്പ് ചെയ്തെടുത്ത വേരിയൻറ്റ്. അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ പിനാക്ക മാർക്ക് 1 എൻഹാൻസ്ഡ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്ക് 1ൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേരിയൻ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എൻഹാൻസ് ചെയ്ത ഒരു വേരിയൻ്റ് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അടുത്ത വേരിയൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ 2ാം ജനറേഷനായിട്ട് വരുന്നത് പിനാക്ക മാർക്ക് 2 ആണ്. ഇതിൻ്റെ റേഞ്ച് 75 കിലോമീറ്റർ ആണ്. ഇതുകൂടാതെ പിനാക്ക മാർക്ക് 2 ER എന്ന് പറയുന്നൊരു വേരിയൻ്റ് കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ റേഞ്ച് 75 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ മാർക്ക് 2ലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ റേഞ്ച് മാത്രമല്ല വർദ്ധിച്ചത്, ഇതിൽ പലതരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകളും DRDO നടത്തിയിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് നാവിഗേഷൻ സിസ്റ്റമായിട്ടുള്ള സിഗ്മ 30 എന്ന് പറയുന്ന ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇതിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിസ്റ്റം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ റേഞ്ച് കൂടുമ്പോഴത്തേക്കിന്, അതായത് നമ്മൾ 35 കിലോമീറ്റർ അല്ല 37 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്ന ഒരു മിസൈലിനെ നമ്മൾ 75 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റേഞ്ച്. ഇങ്ങനെ റേഞ്ച് വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ടാർഗറ്റ് അക്വിസിഷൻ കേപ്പബിലിറ്റിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്യുറസിയിലും ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ആക്യുറസി ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി, ഇത്തരത്തിലുള്ള ആക്യുറസി ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സിഗ്മ 30 പോലെയുള്ള ഒരു അഡ്വാൻസ്ഡ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സിഗ്മ 30യെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലെയും ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള റോക്കറ്റ് സിസ്റ്റങ്ങളിലും ആർട്ടിലറി ഗണ്ണുകളിലും ഒക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് നോറ B-52 അല്ലെങ്കിൽ ആർച്ചർ ഇതുപോലുള്ള സിസ്റ്റങ്ങളിലൊക്കെ ഈ സിഗ്മ 30 സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇനി പിനാക്ക മാർക്ക് 2ൻ്റെ ഒരു എക്സ്റ്റൻഡഡ് റേഞ്ച് വേരിയൻ്റ് കൂടിയുണ്ട്. അത് പിനാക്ക മാർക്ക് 2 ER എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ റേഞ്ച് 90 കിലോമീറ്റർ, 90 കിലോമീറ്റർ റേഞ്ചുള്ള വേരിയൻ്റ് ആണിത്. അപ്പോൾ ഈ സിസ്റ്റം ഇപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതായത് ഇതിൻ്റെ ഫൈനൽ ട്രയൽസും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതുകൂടാതെ 120 കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്ക മാർക്ക് 3യും അതിനേക്കാൾ കൂടുതൽ 200 മുതൽ 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ള പിനാക്ക മാർക്ക് 3 ER എന്ന് പറയുന്ന 2 റോക്കറ്റ് സിസ്റ്റങ്ങൾ കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വേരിയൻറ്റുകളിലെല്ലാം 214 മില്ലിമീറ്റർ കാലിബറുള്ള റോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ പിനാക്ക ERR 122 എന്ന പേരിൽ ഇതിൻ്റെ മറ്റൊരു തികച്ചും വ്യത്യസ്തമായ ഒരു വേരിയൻ്റ് കൂടിയുണ്ട്. ഇതിൻ്റെ റേഞ്ച് 40 കിലോമീറ്റർ ആണ്. ഇതിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ വ്യത്യസ്തമാണ്. അതായത് 144 മില്ലിമീറ്റർ കാലിബറുള്ള റോക്കറ്റുകളാണ് ഈ ERR സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് പിനാക്ക ERR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് റേഞ്ച് റോക്കറ്റ് എന്നുള്ള ഇതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകളിൽ നമുക്ക്
വ്യത്യസ്ത തരത്തിലുള്ള വാർഹെഡുകൾ ഘടിപ്പിക്കാൻ സാധിക്കും. അത് ആൻറ്റി ടാങ്ക് വാർഹെഡുകൾ, ആൻറ്റി പേഴ്സണൽ മുനേഷൻസ്, ഇൻസെൻട്രി വാർഹെഡുകൾ, പ്രീ ഫ്രാഗ്മെന്റഡ് ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡുകൾ, ഇങ്ങനെ പല വാർഹെഡുകൾ നമുക്ക് ഈ പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും. ഇത് തന്നെയല്ല ഈ പിനാക്ക സിസ്റ്റത്തിന് വേണ്ടി ഒരു സ്പേഷ്യൽ ഏരിയ ഡിനൈൽ മുനേഷൻ വാർഹെഡ് കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയയിലേക്ക് ലാൻഡ് മൈനുകൾ പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് കരമാർഗം ഒരു വലിയ സൈനിക മുന്നേറ്റം നമ്മുടെ ശത്രുക്കൾ നടത്തുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് തടയിടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. അതായത് അവർ മുന്നേറുന്ന ആ പാതയിലേക്ക് വലിയ തോതിൽ ലാൻഡ് മൈനുകൾ നിമിഷ നേരം കൊണ്ട് ഡിപ്ലോയ് ചെയ്ത് നമുക്ക് ഈ മുന്നേറ്റത്തെ തടുക്കാൻ സാധിക്കും. തന്നെയുമല്ല ഈ പിനാക്ക സിസ്റ്റത്തിലേക്ക് നമ്മൾ ഈ ന്യൂക്ലിയർ വാർഹെഡുകൾ ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ എങ്ങും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് 4 പിനാക്ക റെജിമെൻറ്റുകളാണുള്ളത്. ഇതുകൂടാതെ 6 റെജിമെൻറ്റുകൾ കൂടി ഇന്ത്യൻ ആർമിയുടെ ഓർഡർ പ്രകാരം നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകും. തന്നെയുമല്ല ഭാവിയിൽ ഒരു 22ഓളം റെജിമെൻറ്റുകൾ കൂടി പ്രൊക്യൂർ ചെയ്യുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഒഫീഷ്യൽ കൺഫർമേഷൻസ്. അപ്പോൾ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്ന ഒരു ഹൈലി അഡ്വാൻസ് ആർട്ടിലറി സിസ്റ്റമാണ് നമ്മുടെ പിനാക്ക സിസ്റ്റം. അപ്പോൾ ഇത് ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ പല അഡ്വാൻറ്റേജുകളും ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. തന്നെയുമല്ല ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ പിനാക്ക സിസ്റ്റത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ലോകത്തുള്ള പല ആർട്ടിലറി സിസ്റ്റങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം, ഈ പിനാക്ക സിസ്റ്റം വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യക്ക് നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുമൂലം അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സാധ്യതകൾ വർദ്ധിക്കും എന്ന് മാത്രമല്ല പല ചെറിയ രാജ്യങ്ങൾ, അതായത് അത്ര വലിയ സൈനിക ശക്തിയോ അത്ര വലിയ സാമ്പത്തിക ശക്തിയോ അല്ലാത്ത രാജ്യങ്ങൾക്ക് പോലും അവരുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാൻ ഈ പിനാക്ക സിസ്റ്റത്തിലൂടെ സാധിക്കും. അവർക്ക് അധികം ചിലവില്ലാതെ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആർട്ടിലറി സിസ്റ്റം ഈ പിനാക്കയിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ആർട്ടിലറി സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അതിർത്തിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഒറ്റമൂലിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചൈനയുടെ പക്കലൊക്കെ ഇതിലും അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റങ്ങളുണ്ട്. ഇപ്പോൾ പിനാക്കയുടെ കമ്പയർ ചെയ്യാവുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ PHL-3 ഒക്കെയാണ്. അതിൻ്റെ തന്നെ റേഞ്ച് ഉണ്ട് 130 കിലോമീറ്റർ റേഞ്ചാണ്. അത് ഫയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഉണ്ട് 300 മില്ലിമീറ്റർ കാലിബറുള്ള റോക്കറ്റാണ് അത് ഫയർ ചെയ്യുന്നത്. ഇനി പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ ഫത്തേ സിസ്റ്റം എന്നൊക്കെ പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ചൈന ഉപേക്ഷിച്ച, അല്ലെങ്കിൽ ചൈനയുടെ കാലഹരണപ്പെട്ടു പോയ A100 എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചർ, അല്ലെ A100 എന്ന് പറയുന്ന ആർട്ടിലറി സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനൊക്കെയാണ്. അത് ചൈന പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ചൈനയുടെ പക്കലൊക്കെ ഇതിലും അഡ്വാൻസ് ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റങ്ങളും ആർട്ടിലറി സിസ്റ്റങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈനിക രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പ് തന്നെയാണ് ഈ പിനാക്ക അഡ്വാൻസ് ആർട്ടിലറി സിസ്റ്റം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.